ഇംഗ്ലീഷിൻ്റെ പുതിയ പാഠമാണ് ദ ടോയ്ലറ്റ്. നമുക്ക് സ്വപ്നങ്ങൾ ധാരാളമുണ്ടെന്നുണ്ടെങ്കിൽ അത് സ്ഥിരമായി കാണുകയാണെങ്കിൽ നമുക്ക് ലക്ഷ്യത്തിലെത്താനുള്ള ആർജവും ഉണ്ടായിരിക്കും. ലെറ്റ്സ് റീഡ് ആൻഡ് റിഫ്ലക്റ്റ്. ദ പാത്ത് ഫ്രം ഡ്രീംസ് ടു സക്സസ് ഡസ് എക്സിസ്റ്റ്. യു ഓൺലി നീഡ് ദ വിഷൻ ടു ഫൈൻഡ് ഇറ്റ്, ദ കറേജ് ടു ഗെറ്റ് ഓൺ ടു ഇറ്റ് ആൻഡ് ദ പെർസൂറൻസ് ടു ഫോളോ ഇറ്റ്. കൽപ്പന ചൗള. സ്വപ്നങ്ങളിൽ നിന്ന് വിജയത്തിലേക്കുള്ള പാത നിലനിൽക്കുന്നു. നിങ്ങൾക്കത് കണ്ടെത്താനുള്ള കാഴ്ചപ്പാടും അതിലേക്ക് കടക്കാനുള്ള ധൈര്യവും അത് പിന്തുടരാനുള്ള സ്ഥിരോത്സാഹവും മാത്രമേ ആവശ്യമുള്ളൂ എന്നാണ് പറയുന്നത്. ഡ്രോയിങ് ഇൻസ്പിറേഷൻ ഫ്രം ഗാന്ധിജീസ് സെൽഫ്ലെസ് ഡെഡിക്കേഷൻ, ലെറ്റ്സ് നൗ മൂവ് ഓൺ ടു ബി ട്രബിൾഡ് ജേർണി ഓഫ് എ യങ് ഗേൾ ഹു സ്ട്രൈവ്സ് ഹാർഡ് ടു ബിൽഡ് എ കരിയർ ബേൺഡ് ബൈ ദ വെയ്റ്റ് ഓഫ് സോഷ്യൽ ഇൻഇക്വാലിറ്റി ആൻഡ് ദ പെയിൻ ഓഫ് എൻഫോഴ്സ്ഡ് isolation. Read this excerpt from the memoir of the South African writer Guinea Mollem of valuable insights for the power of perseverance and personal initiative. ഗാന്ധിജിയുടെ നിസ്വാർത്ഥമായ സമർപ്പണത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് സാമൂഹിക അസമത്വത്തിൻ്റെ ഭാരവും നിർബന്ധിത ഒറ്റപ്പെടലിൻ്റെ വേദനയും കൊണ്ട് ഒരു കരിയർ കെട്ടിപ്പടുക്കാൻ കഠിനമായി പരിശ്രമിക്കുന്ന ഒരു പെൺകുട്ടിയുടെ കഠിനമായ യാത്രയിലേക്ക് നമുക്ക് പോകാം. സ്ഥിരോത്സാഹത്തിൻ്റെയും വ്യക്തിപരമായ മുൻകൈയെടുക്കലിൻ്റെയും ശക്തിയെക്കുറിച്ചുള്ള വിലയേറിയ ഉൾക്കാഴ്ചകൾക്കായി ദക്ഷിണാഫ്രിക്കൻ എഴുത്തുകാരി ഗെയ്ന മ്ലോപ്പിൻ്റെ ഓർമ്മക്കുറിപ്പിൽ നിന്നുള്ള വരികൾ നമുക്ക് നോക്കാം. ദ ടോയ്ലറ്റ്. Sometimes I wanted to give up and be a good girl who listened to her elders. Maybe I should have done something like teaching or nursing as my mother wished. People thought these professions were respectable, but I knew I wanted to do something different, though I was not sure the what. I thought a lot about acting. My mother said that it had been a waste of money educating me because I did not know what to do with the knowledge I had acquired. I had come to Johannesburg for the December holidays after writing my matric exams and then stayed on, hoping to find something to do. ചിലപ്പോഴൊക്കെ ഞാൻ മുതിർന്നവരെ ശ്രദ്ധിക്കുന്ന ഒരു നല്ല പെൺകുട്ടിയാകാൻ ആഗ്രഹിച്ചു. ഒരുപക്ഷെ അമ്മയുടെ ആഗ്രഹം പോലെ പഠിപ്പിക്കുകയോ നഴ്സിംഗ് ചെയ്യുകയോ ചെയ്യണമായിരുന്നു. ഈ തൊഴിലുകൾ മാന്യമാണെന്ന് ആളുകൾ കരുതി. എന്നാൽ ഒന്നറിയാമായിരുന്നു, എന്നാൽ എന്താണെന്ന് എനിക്ക് ഉറപ്പില്ല. അഭിനയത്തെപ്പറ്റി ഞാൻ ഒരുപാട് ആലോചിച്ചു. പഠിച്ച അറിവ് എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചുപോയ പണമാണ് എന്നെ പഠിപ്പിച്ചതെന്ന് അമ്മ പറഞ്ഞു. മെട്രിക് പരീക്ഷകൾ എഴുതിയ ശേഷം ഡിസംബർ അവധിക്ക് ഞാൻ ജോഹന്നാസ്ബർഗിൽ വരുമായിരുന്നു. തുടർന്ന് എന്തെങ്കിലും ചെയ്യാനാകുമെന്ന പ്രതീക്ഷയിൽ ഞാൻ തുടർന്നു. My elder sister worked in Orange Grove as a domestic worker and I stayed with her in her back room. I didn't know anybody in Johannesburg except my sister's friends whom we went to church with. I was very bored and lonely. എൻ്റെ മൂത്ത സഹോദരി ഓറഞ്ച് ഗ്രോവിൽ വീട്ടുജോലിക്കായി ജോലി ചെയ്യുന്നു. ഞാൻ അവളോടൊപ്പം അവളുടെ പിന്നാലെ മുറിയിൽ താമസിച്ചു. ഞങ്ങൾ പള്ളിയിൽ പോയിരുന്നു. എൻ്റെ സഹോദരിയുടെ സുഹൃത്തുക്കൾ ഒഴികെ മറ്റാരെയും എനിക്ക് ജോഹന്നാസ്ബർഗിൽ അറിയില്ലായിരുന്നു. ഞാൻ വളരെ വിരസവും ബോറടിക്കുന്ന രീതിയിലുമായിരുന്നു. On weekdays I was locked in my sister's room so that the madam wouldn't see me. She was at home most of the time, painting her nails, having tea with her friends, or lying in the sun by the pool. The swimming pool was very close to the room, which is why I had to keep very quiet. My sister felt bad about locking me in there, but she had no alternative. I couldn't even play the radio, so she brought me books, old magazines, and newspapers from the white people. I just read every single thing I came across. Fair Lady, Women's Weekly, anything. But then my sister thought I was reading too much.
പ്രവൃത്തി ദിവസങ്ങളിലൊക്കെ മാഡം എന്നെ കാണാതിരിക്കാൻ എന്നെ എൻ്റെ സഹോദരിയുടെ മുറിയിൽ പൂട്ടിയിട്ടു. ഇതൊരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ്, ശ്രദ്ധിച്ചോണം. അവൾ കൂടുതൽ സമയം വീട്ടിലുണ്ടായിരുന്നു. നഖം വരയ്ക്കുക, അതിൽ പെയിൻറ്റ് ചെയ്യുക, ഇങ്ങനെയൊക്കെ സുഹൃത്തുക്കളോടൊപ്പം ചായ കുടിക്കുക, അല്ലെങ്കിൽ കുളത്തിനരികിൽ വെയിലത്ത് കിടക്കുക. സ്വിമ്മിംഗ് പൂൾ റൂമിന് വളരെ അടുത്തായിരുന്നു. എനിക്ക് വളരെ നിശബ്ദത പാലിക്കേണ്ടി വന്നു. എന്നെ അവിടെ പൂട്ടിയിട്ടതിൽ എൻ്റെ സഹോദരിക്ക് വിഷമം തോന്നി. പക്ഷേ അവൾക്ക് വേറൊരു മാർഗമില്ലായിരുന്നു. എനിക്ക് റേഡിയോ പ്ലേ ചെയ്യാൻ പോലും കഴിഞ്ഞില്ല. അതിനാൽ അവൾ എനിക്ക് വെള്ളക്കാരുടെ പുസ്തകങ്ങളും പഴയ മാസികകളും പത്രങ്ങളും കൊണ്ടുവന്നു തന്നു. ഞാൻ ഓരോ കാര്യങ്ങളും വായിച്ചു. ജോഹന്നാസ്ബർഗ് മൂലോ, നിങ്ങൾ പുറത്ത് തെരുവിൽ എന്താണ് ചെയ്യുന്നത്? അപ്പം അടുത്ത് നോക്കൂ. സൂൺ ഐ ഗോട്ട് എ ടെമ്പററി ജോബ് ഇൻ എ ക്ലോത്തിങ് ഫാക്ടറി. അപ്പോൾ താമസിയാതെ എനിക്ക് പട്ടണത്തിലെ വസ്ത്രനിർമ്മാണശാലയിൽ താൽക്കാലികമായി ഒരു ജോലി ലഭിച്ചു. I looked forward to meeting new people and liked the idea of being out of that room for a change. The factory knocked off at 4:30 and then I went to a park near where my sister worked. I waited there till 6:30 when I could sneak into the house again without the white people seeing me. I had to leave the house before 5:30 in the mornings as well. That means I had to find something to do with the time I had before I could catch the 7:30 bus to work. About 2 hours I would go to the public toilet in the park. For some reason it was never locked, so I would go in and sit on the toilet seat to read some magazines or other until the right time to catch the bus. താമസിയാതെ എനിക്ക് പട്ടണത്തിൽ വസ്ത്രനിർമ്മാണശാലയിൽ ജോലി ലഭിച്ചു. അത് സ്ത്രീകളുടെ ബോട്ടിക്കുകൾക്കുള്ള വസ്ത്രങ്ങളുണ്ടാക്കി. പുതിയ ആളുകളെ കണ്ടുമുട്ടാൻ ഞാൻ മുന്നോട്ട് പോയി. ഒരു മാറ്റത്തിന് വേണ്ടി ആ മുറിയിൽ നിന്ന് പുറത്ത് കടക്കാമെന്ന ആശയം എനിക്ക് ഇഷ്ടമായി. 4:30 മണിക്ക് ഫാക്ടറി പൂട്ടി. എന്നിട്ട് ഞാൻ എൻ്റെ സഹോദരി ജോലി ചെയ്യുന്ന സ്ഥലത്തിനടുത്തുള്ള ഒരു പാർക്കിലേക്ക് പോയി. 6:30 വരെ ഞാനവിടെ കാത്തിരുന്നു. വെള്ളക്കാർ എന്നെ കാണാതെ വീണ്ടും വീട്ടിലേക്ക് നുഴഞ്ഞു കയറാൻ തുടങ്ങി. രാവിലെയും 5:30-ക്കും വീട്ടിൽ നിന്നിറങ്ങി. അതിനർത്ഥം എനിക്ക് ജോലി ചെയ്യാൻ 7:30-യുടെ ബസ് പിടിക്കുന്നതിന് മുൻപേ വീട്ടിൽ നിന്ന് എനിക്കുണ്ടായിരുന്ന സമയത്ത് എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഏകദേശം 2 മണിക്കൂർ ഞാൻ പാർക്കിലെ ടോയ്ലറ്റിൽ പോകും. ടോയ്ലറ്റ് പൂട്ടിയിരുന്നില്ല. അതിനാൽ ബസ് പിടിക്കുന്ന സമയം വരെ മാസികകൾ വായിച്ചങ്ങനെ ഇരിക്കും. The first time I went to this toilet, I was on my way to the bus stop. Usually I went straight to the bus stop outside the OK Bazaars where it was well lit and I could see. I would wait there reading or just looking at the growing number of cars and buses on their way to town. On that day it was raining quite hard, so I thought I would shelter in the toilet until the rain passed. I knocked first to see if there was anyone inside. As there was no reply, I pushed the door open and she went in. I did not look like it had been painted for few years. The closed lid of the toilet was going to be my seat for many mornings after that. ആദ്യമായിട്ട് ടോയ്ലറ്റിൽ കയറിയപ്പോൾ ബസ് സ്റ്റോപ്പിലേക്കുള്ള യാത്രയിലായിരുന്നു. നേരെ പോയത് OK ബസാറുകളുടെ പുറത്തുള്ള ബസ് സ്റ്റോപ്പിലേക്കാണ്. എനിക്ക് കാണാൻ കഴിയുന്ന തരത്തിൽ ആ കാത്തുനിൽപ്പും അല്ലെങ്കിൽ നഗരത്തിലേക്കുള്ള വഴിയിൽ വർദ്ധിച്ചു വരുന്ന കാറുകളുടെയും ബസ്സുകളുടെയും എണ്ണം നോക്കിക്കൊണ്ടേയിരിക്കും. അന്ന് നല്ല മഴ പെയ്തിരുന്നു. അതിനാൽ മഴ മാറുന്നതുവരെ ഞാൻ ടോയ്ലറ്റിൽ അഭയം പ്രാപിക്കുമെന്ന് കരുതി. അകത്ത് ആരെങ്കിലും ഉണ്ടോ എന്നറിയാൻ ഞാൻ വാതിലിൽ മുട്ടി. മറുപടി ഇല്ലാത്ത മൂലം വാതിൽ തള്ളി തുറന്ന് അകത്ത് കയറി. കുറച്ച് വർഷങ്ങളായി പെയിൻറ്റ് ചെയ്തതായി തോന്നുന്നില്ല. അതിനുശേഷം പല പ്രഭാതങ്ങളിലും ടോയ്ലറ്റ് എൻ്റെ ഇരിപ്പിടമായിരുന്നു. I was very lucky to have found that toilet because the winter was very cold. Not that it was any warm in there, but once I had closed the door it used to be a little less windy. Also the toilet was very small. The walls were wonderfully close to me. I felt like it was made to fit me alone. I enjoyed that kind of privacy.
I did a lot of thinking. While I sat on the toilet seat, I did a lot, daydreaming too many times, imagining myself in some big hall doing a really popular play with other young actors. I would sit there dreaming. ശൈത്യകാലം വളരെ തണുപ്പുള്ളതിനാൽ ആ ടോയ്ലറ്റ് കണ്ടെത്തിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമായിരുന്നു. അവിടെ ചൂട് കൂടുതലായിരുന്നില്ല. ഒരിക്കൽ ഞാൻ വാതിലടച്ചപ്പോൾ കാറ്റ് അല്പം കുറവായിരുന്നു. കൂടാതെ ടോയ്ലറ്റ് വളരെയധികം ചെറുതായിരുന്നു. ചുവരുകൾ എനിക്ക് അരികിലായിരുന്നു. എനിക്ക് മാത്രം അനുയോജ്യമായ തരത്തിൽ നിർമ്മിച്ചതാണെന്ന് എനിക്ക് തോന്നി. അത്തരം സ്വകാര്യത ഞാൻ ആസ്വദിച്ചു. ടോയ്ലറ്റ് സീറ്റിൽ ഇരുന്നുകൊണ്ട് ഞാൻ ഒരുപാട് ചിന്തിച്ചു. മറ്റ് യുവ അഭിനേതാക്കൾക്കൊപ്പം വളരെ ജനപ്രിയമായ ഒരു നാടകം ഏതോ വലിയ ഹാളിൽ വെച്ച് എന്നെ തന്നെ സങ്കല്പിച്ചുകൊണ്ട് ഞാൻ പലതവണ ദിവാസ്വപ്നം കണ്ടു. ഞാൻ അവിടെ ഇരുന്നു സ്വപ്നങ്ങൾ കാണുകയായിരുന്നു. I started asking myself why I had not written anything since I felt school. At least at school I had written some poems or stories in the school magazines and other magazines, and also for school competitions. Our English teacher was always encouraging. I remember that day I showed him my first poem. I was so excited I couldn't concentrate in class for the whole day. സ്കൂൾ വിട്ടതിന് ശേഷം ഞാൻ ഒന്നും എഴുതാത്തത് എന്തുകൊണ്ടാണെന്ന് ഞാൻ എന്നോട് തന്നെ ചോദിക്കാൻ തുടങ്ങി. സ്കൂളിലില്ലെങ്കിലും സ്കൂളിലെ മറ്റ് മാഗസീനിലെ സ്കൂൾ മത്സരങ്ങൾക്കായി ചില കവിതകളോ കഥകളോ ഞാൻ എഴുതിയിട്ടുണ്ട്. ഞങ്ങളുടെ ഇംഗ്ലീഷ് ടീച്ചർ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. എൻ്റെ ആദ്യ കവിത അവരെ കാണിച്ച ദിവസം ഞാൻ ഓർക്കുന്നു. എനിക്ക് ഒരു ദിവസം മുഴുവൻ ക്ലാസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞില്ല. I didn't know anything about publishing then, and I didn't ask myself if my stories were good enough. I just enjoyed writing things down when I had the same. So, the Friday after I had started being the toilet's best customer, I bought myself a notebook in which I was hoping to write something. I didn't use it for quite a while until one evening. പ്രസിദ്ധീകരണത്തെക്കുറിച്ച് എനിക്ക് അന്ന് ഒന്നും അറിയില്ലായിരുന്നു. എൻ്റെ കഥകൾ മതിയായതാണോ എന്നൊന്നും എന്നോട് തന്നെ ഞാൻ ചോദിക്കുമായിരുന്നു. സമയം കിട്ടുമ്പോൾ കാര്യങ്ങൾ എഴുതുന്നത് ഞാൻ ആസ്വദിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ ടോയ്ലറ്റിൻ്റെ ഏറ്റവും മികച്ച ഒരു ഉപഭോക്താവാകാൻ തുടങ്ങിയ ശേഷം ഒരു വെള്ളിയാഴ്ച ഞാൻ എന്തെങ്കിലും എഴുതാൻ ആഗ്രഹിച്ച ഒരു നോട്ട് ബുക്ക് വാങ്ങി. വൈകിട്ട് വരെ ഒന്നും എഴുതിയില്ല. My sister had taken her usual Thursday afternoon off, and she had been delayed somewhere. I came back from work, then waited in the park for the right time to go back into the yard. The white people always had their supper at 6:30, and that was the time I used to steal my way in without disturbing them or being seen. My comings and goings had to be secrets because they still didn't know I stayed there. എൻ്റെ സഹോദരി വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് അവധിയെടുത്തിരുന്നു. അവൾ എവിടെയോ താമസിച്ചു. ഞാൻ ജോലി കഴിഞ്ഞ് തിരിച്ചെത്തി മുറ്റത്തേക്ക് പോകാനുള്ള സമയത്തിന് വേണ്ടി പാർക്കിലിരുന്നു. വെള്ളക്കാരുടെ അത്താഴം എപ്പോഴും 6:30-ക്കായിരുന്നു. അവരെ ശല്യപ്പെടുത്താതെയും കാണാതെയും ഞാൻ മോഷ്ടിക്കാറുണ്ടായിരുന്ന സമയമായിരുന്നു അത്. എൻ്റെ വരവും പോക്കും രഹസ്യമായിരിക്കണം, കാരണം ഞാൻ അവിടെ താമസിക്കുന്നത് അവർക്ക് അറിയില്ലല്ലോ. I realized that she hadn't come back and decided to sit down in front of her room where I thought I wouldn't be noticed. I reading a copy of Tom magazine, hoping that she would come back soon. Before the dogs sniffed me out, I was trying hard to concentrate on my reading when I heard two dogs playing, chasing each other nearer and nearer to where I was sitting, and then they were in front of me, looking as surprised as I was. For a brief moment we stared at each other, then they started to bark at me. I was sure they would tear me to pieces if I moved just one finger.
So I sat very still, trying not to look at them while my heart pounded and my mouth went dry as paper. Then the madam's high-pitched voice rang out about the dogs barking. അവൾ തിരികെ വന്നിട്ടില്ലെന്ന് ഞാൻ മനസ്സിലാക്കി. അവളുടെ മുറിയുടെ മുന്നിലിരിക്കാൻ തീരുമാനിച്ചു. അവിടെ ഞാൻ ശ്രദ്ധിക്കപ്പെടില്ലെന്ന് കരുതി. നായ്ക്കൾ മണം പിടിക്കുന്നതിന് മുമ്പ് അവൾ ഉടൻ മടങ്ങി വരുമെന്ന് പ്രതീക്ഷിച്ച ഡ്രം മാസികയുടെ ഒരു കോപ്പി വായിച്ചുകൊണ്ടിരുന്നു. പുറത്ത് എൻ്റെ വായനയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചെങ്കിലും ഈ 2 നായ്ക്കൾ ഞാൻ ഇരിക്കുന്ന സ്ഥലത്തിന് സമീപം ഓടിക്കളിക്കുന്നുണ്ട്. പിന്നെ അവിടെ അവർ എൻ്റെ മുന്നിൽ ഇങ്ങനെ കുരച്ചുകൊണ്ട് ഓടുന്നുണ്ടായിരുന്നു. അത്ഭുതപ്പെട്ടു. ഒരു നിമിഷം ഞങ്ങൾ പരസ്പരം നോക്കി നിന്നു. പിന്നെ അവർ എന്നെ നോക്കി കുരയ്ക്കാൻ തുടങ്ങി. ഒരു വിരലനക്കിയാൽ അവരെന്നെ കടിച്ചു കീറുമെന്ന് തോന്നി. അതുപോലെയായിരുന്നു നായ്ക്കളുടെ പെരുമാറ്റം. അപ്പോഴത്തേക്ക് ഈ നോക്കാതിരിക്കാൻ എൻ്റെ ഹൃദയമിടിപ്പ് ഉയരുകയും വായ വരണ്ടു പോവുകയും ചെയ്തപ്പോൾ പട്ടിയുടെ കുരയ്ക്ക് മുകളിൽ മാഡത്തിൻ്റെ ശബ്ദം ഉയർന്നു കേട്ടു. എനിക്ക് സംസാരിക്കാനോ സഹോദരിയുടെ ചോദ്യത്തിന് മറുപടി പറയാനോ കഴിഞ്ഞില്ല. That's my sister's English name, which we never use. I couldn't move or answer the call. The dogs were standing right in front of me, their teeth so certainly long. Then there was no reply. She came to see what was going on. Oh, it's you. Hello. Then the dogs stopped barking. They hadn't moved. They were still growling at me. Please, madam, the dogs will bite me, I pleaded, not moving my eyes from them. No, they won't bite you. When did you come in? We didn't see you. I have been here for some time now. My sister isn't there. I am waiting to talk to her. Oh, she is not here. I can give her a message. You go home. I will tell her that you want to see her. അത് സംസാരിക്കാനൊന്നും കഴിഞ്ഞില്ല. കാരണം ഒന്നും മിണ്ടിക്കഴിഞ്ഞാൽ ഈ നായ്ക്കൾ നമ്മുടെ നേരെ ചാടി വരും. അപ്പോൾ അവർ ചോദിച്ചു, ഓ നിങ്ങളാണോ? ഹലോ. അപ്പോഴേക്കും നായ്ക്കൾ വീണ്ടും കുരച്ചു. ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അവരങ്ങനെയാണ്. എങ്കിലും അവരെന്നെ നോക്കി അലറി. നായ്ക്കൾ എന്നെ കടിച്ചു കീറും, പ്ലീസ്. അവരെ നോക്കിക്കൊണ്ട് ഞാൻ അപേക്ഷിച്ചു. ഇല്ല, അവർ നിങ്ങളെ കടിക്കില്ല. നിങ്ങൾ എപ്പോഴാണ് വന്നത്? ഞാനിവിടെ വന്നിട്ട് കുറച്ച് നേരമായി. എൻ്റെ ചേച്ചി ഇവിടെ ഇല്ല. അവരോട് സംസാരിക്കാൻ ഞാൻ കാത്തിരിക്കുകയാണ്. ഓ, അവളിവിടെ ഇല്ലേ? ഞാൻ അവൾക്കൊരു മെസ്സേജ് നൽകാം. നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊള്ളൂ. അവളെ കാണണമെന്ന് ഞാൻ അവളോട് പറയാം. Every morning I had to wake up straight away, roll my bedding and put it all under the bed where my sister was sleeping. I was not supposed to put on light, although it was still dark. I had lighted a candle and tiptoe my way out with a soap dish and a toothbrush. I had to know everything and to be off the premises by 5:30 with my shoes in my bag. I only put them on once I was safely out of the gate. എല്ലാ ദിവസത്തെയും പോലെ ഉണർന്നു എൻ്റെ കിടക്ക ചുരുട്ടി സഹോദരി ഉറങ്ങുന്ന കട്ടിലിനടിയിൽ വയ്ക്കണം. ഇരുട്ടാണെങ്കിലും ലൈറ്റ് ഇടാൻ പാടില്ല. ഞാൻ ഒരു മെഴുകുതിരി കത്തിച്ച് ഒരു സോപ്പ് പാത്രവും ടൂത്ത് ബ്രഷുമായി പുറത്തേക്ക് പോകും. 5:30 ഗേറ്റിന് പുറത്തു നിന്ന് ഷൂസ് ഇടും. ഇതെല്ലാം ആലോചിച്ച് രാത്രിയുടെ കൊടും തണുപ്പിൽ ചിന്തകളെ പറ്റി അനിയത്തി എനിക്ക് നേരെ നടന്നു വരുന്നതായി കണ്ടു. Oh, what were you doing inside the first place? You know, you should have waited for me so we could walk together. Then I could say you were visiting or something. Now you tell me what I am supposed to say. Show them if they see you come again. ഹലോ, നിങ്ങൾ പുറത്ത് തെരുവിൽ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ എനിക്കായി കാത്തിരിക്കണമെന്ന് നിനക്കറിയാം. പക്ഷേ അവൾ ദേഷ്യത്തോടെ ഗേറ്റിനകത്തേക്ക് നടന്നു. മടിയോടെ അവളെ പിന്തുടർന്നു. ഞാൻ ക്ഷമാപണം നടത്തി. അപ്പം ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഭക്ഷണം
കഴിച്ചു എന്നുള്ള കാര്യമാണ്. She walked angrily towards the gate with me hesitantly following her. I mumbled my apologies and followed her, but some miracle no one seemed to have noticed us, and we quickly munched a snack of cold chicken and boiled potatoes and drank out tea, hardly on speaking terms. I just wanted to have a like dog. I wished somebody would come and be my friend and tell me what I was not useless, and that my sister did not hate me, and tell me that one day I would have a nice place to live in. ഞങ്ങൾ പുഴുങ്ങിയ ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ചിക്കനും ഇതെല്ലാം കൂടെ ലഘുഭക്ഷണമായിട്ട് കഴിച്ച് ചായയും കഴിച്ച് ആരെങ്കിലും എന്നെ ഒരു സുഹൃത്താക്കണം എന്നുള്ള രീതിയിൽ ഞാൻ വളരെയധികം കൊതിച്ചിരുന്നു. ഞാൻ ഒന്നിനും കൊള്ളില്ലെന്ന് എൻ്റെ സഹോദരി എന്നെ വെറുക്കില്ലെന്നും എന്നോട് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിരുന്നു. ഒരു ദിവസം എനിക്ക് ജീവിക്കാൻ നല്ലൊരു സ്ഥലം ലഭിക്കുമെന്ന് എന്നോട് പറയുകയും ചെയ്തു. The next morning I woke up long before the alarm went off. Some kind of pain within pushed me to do everything at double speed and run to my toilet. പിറ്റേന്ന് രാവിലെ അലാറത്തിന് മുമ്പ് തന്നെ ഞാൻ ഉണർന്നു. ഉള്ളിലെ ഒരുതരം വേദന എല്ലാ കാര്യങ്ങളിലും വളരെ നേരം ഉണ്ടായിരുന്നു. ഗേറ്റിന് പുറത്തു നിന്ന് ഷൂസും ധരിച്ച് ബാഗിൽ നോട്ട്ബുക്ക് ഉണ്ടെന്നും ഉറപ്പുവരുത്തി. I put on my shoes outside the gate. I made sure that my notebook was in my bag. I was walking faster and my feet were feeling lighter all the time. Then I noticed that the door had been painted and that a new window pane had replaced the old broken one. I smiled to myself as I reached the door. Before long I was sitting on that toilet seat writing a poem. പഴയ തകർന്ന ജനൽപ്പാളിക്ക് പകരം പുതിയത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. വാതിലിലൊക്കെ ആണെങ്കിൽ പെയിൻ്റ് അടിച്ചിരുന്നു. വാതിൽക്കലെത്തിയപ്പോൾ ഞാൻ ചിരിച്ചു. ആ ടോയ്ലറ്റ് സീറ്റിലിരുന്ന് ഞാൻ ഒരു കവിത എഴുതി. Many more mornings saw the sitting there writing. Sometimes it had not need to be a poem. I wrote anything that came to my head in the same way I would have done if I had had a friend to talk to. I remember some days when I felt like I was hiding something from my sister. She did not know about my toilet in the park, and she was not in the least interested in my notebook. പല പ്രഭാതങ്ങളിലും ഞാൻ അവിടെ ഇരുന്ന് ധാരാളം എഴുതാറുണ്ടായിരുന്നു. ചിലപ്പോൾ കവിതയായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാഹിത്യമായിരിക്കും. എനിക്ക് ഒരു സുഹൃത്തുണ്ടായിരുന്നെങ്കിൽ എന്ന് ഉള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം മനസ്സിൽ തോന്നുന്നതും എഴുതുന്ന ഒരു ശീലമായിരുന്നു. അനിയത്തിയോടെ എന്തെല്ലാമോ മറച്ചു വയ്ക്കുന്ന ദിവസങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ ഓർത്തിരുന്നു. പാർക്കിലെ ടോയ്ലറ്റിനെ കുറിച്ചും അവൾക്കറിയില്ല. പോരാഞ്ഞ് എൻ്റെ നോട്ട്ബുക്കിലും അവൾക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. Then one morning I wanted to write a story about what happened at work one day before the supervisor screaming at me for not calling her when I had seen the people who stole 2 dresses at lunch time. It all came back to me and I was smiling when I reached for the door, but it wouldn't open. It was locked. I think for the first time I accepted that the toilet was not mine after all. Slowly I walked over the bench nearby, watched the early spring sun came up and wrote the story anyway. തലേദിവസം ഓഫീസിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു കഥ എഴുതാൻ ഞാൻ ആഗ്രഹിച്ചു. 2 വസ്ത്രങ്ങൾ മോഷ്ടിച്ചവരെ കണ്ടപ്പോൾ സൂപ്പർവൈസർ അലറി. ഞാൻ അവിടെ ഇരുന്നു. പൂട്ടിയിരിക്കുന്ന മുറി പൂട്ടിയിട്ടുണ്ടായിരുന്നു. ടോയ്ലറ്റ് എൻ്റേതല്ല എന്ന് ഞാൻ ആദ്യമായി അംഗീകരിച്ചു. കാരണം എപ്പോഴും മുറി പൂട്ടാതെ ഇരിക്കുന്ന അവസ്ഥയിലായിരുന്നു. പതിയെ ഞാൻ ബെഞ്ചിനടുത്തേക്ക് നടന്നു. അവിടെ പാർക്കിലെ ബെഞ്ചിനടുത്തേക്ക്.
വസന്തത്തിൻ്റെ തുടക്കത്തിൽ സൂര്യൻ ഉദിക്കുന്നത് നോക്കി. എന്തായാലും ഞാൻ കുറേ എഴുതി. ഒരു ദക്ഷിണാഫ്രിക്കൻ കഥാകൃത്ത്, എ പിൻസ് വ്ലോപ്പ്. ഓക്കെ.